ഇനി പരിചയപ്പെടാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ഫോറൻസിക് പഠിച്ച ഒരാളാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കുറേ സംശയങ്ങൾ എനിക്കുണ്ട് ചോദിക്കാം. ഹായ് അജൽ. ഹലോ, നമസ്കാരം. അജൽ കൊല്ലംകാരനാണ്. അതെ അതെ. ഈ ഫോറൻസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് സംശയമുണ്ട്. പറയൂ, എന്താ ശരിക്കും പഠിച്ച ഫോറൻസിക്കിൽ? ഞാൻ ഫോറൻസിക് സയൻസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞാണ്. ആ, ഞാൻ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഓ, അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഈ സബ്ജക്റ്റിനോട് മുമ്പ്, അതായത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ആ, കുറേ സിനിമകളൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്തിട്ട് പിന്നെ എനിക്കത് പി ജിയും കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. ഓ. ഇവിടെ ബി ഉമാദത്തൻ എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആ സാറിൻ്റെ കൂടെ ഞാൻ അത്യാവശ്യം സംസാരിക്കുമ്പോഴൊക്കെ കുറേ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഞാനിങ്ങനെ സാറിനെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സാറ് ഭയങ്കര രസമായിട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഫോറൻസിക് എന്ന് കേട്ട വാക്ക് കേട്ട ഉടനെ ഞാൻ സാറിനെയാണ് എപ്പോഴും ഓർക്കുക. അപ്പോൾ കുറേ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചോദിക്കട്ടെ ഓരോന്നായിട്ട്? അയ്യോ, എനിക്കങ്ങനെ വലുതായിട്ടൊന്നും. വെറുതെ ചോദിച്ചതാ. മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ആ ജേണി എവിടെന്നാ, എത്രാം ക്ലാസ് മുതലാണ് തുടങ്ങിയത്? കുട്ടിക്കാലത്തൊക്കെ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഒരു 3ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം എൻ്റെ പാട്ട് വീട്ടിൽ അവർ അത്യാവശ്യം ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുമെന്ന് അറിഞ്ഞത്. അപ്പോൾ ഒരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. പിന്നെ ഒരു സ്കൂളിലൊക്കെ കലോത്സവങ്ങൾക്കൊക്കെ പോയി പിന്നെ പാട്ടിങ്ങനെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു 2 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പയ്യെ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും മാറാൻ തുടങ്ങി. പിന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഒറ്റയടിക്ക് സ്റ്റഡീസിലോട്ട് പോയപ്പോഴേക്കും പിന്നെ വലിയൊരു ബ്രേക്കായിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് പാട്ടുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു ശരിക്കും. അതെ, പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാടിയിടലുണ്ട്. അല്ലാണ്ട് ഞാൻ പ്രൊഫഷണലായിട്ട് പാട്ട് തന്നെ എൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു എനിക്ക് ഞാൻ അറിയാണ്ട് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇൻസ്റ്റാ പേജ് ഇനി അജലിന്റെ ഞാനല്ലേ കൈകാര്യം? അതെ അതെ. കാരണം ഇൻസ്റ്റയിൽ വലിയ താല്പര്യമില്ല, ഇൻസ്റ്റയിൽ ഒന്നും ചെയ്യാറില്ല. താല്പര്യം, ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കണം. എനിക്കങ്ങ് ഇഷ്ടം വരുന്ന വരെ ഞാനിങ്ങനെ ഒരുപാട് നേരം ഇരിക്കുക. അപ്പോൾ എനിക്ക് അത്രയും നേരം ഇരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അധികം പാട്ടൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. ഇരുന്നാൽ അങ്ങനെ ഇരിക്കും, പക്ഷെ ഇരുന്നാൽ അത്രയും നേരം ഇരിക്കേണ്ടി വരും. എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ഞാൻ പാടുന്നവരെ കേൾക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഞാനിങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ പാടുമ്പോഴേക്കും അപ്പോൾ അത് മാക്സിമം എത്രത്തോളം ശരി എനിക്കിഷ്ടപ്പെടുന്ന രീതി വരെ പാടുന്നവരെ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അത്രയും സമയം എടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊരു മടിയാണ്. അതാണ് സംഭവം. പക്ഷെ ആ പ്രോസസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, നമുക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എനിക്ക് കുറേ നല്ലോണം പാടിയിട്ട് ലാസ്റ്റൊക്കെ ഒരു ചെറിയ തെറ്റ് വന്നുമ്പോഴേക്ക്, പക്ഷെ ചിലർ വിചാരിക്കും കുഴപ്പമില്ല പോസ്റ്റ് ചെയ്തേ. പക്ഷെ എനിക്കങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സീനൊന്നും ആണെന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പാടിയാൽ നന്നായിരിക്കും. അടുത്ത വട്ടം ചിലപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ പെർഫെക്ഷനിസ്റ്റ് ആണ്, അതുകൊണ്ടാണ്. അങ്ങനൊന്നുമില്ല, അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരെ ആ പേര് വിളിക്കണം. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പ്രായം എനിക്ക് തോന്നുന്നുള്ളൂ. എത്ര വയസ്സായി? എനിക്ക് 26 വയസ്സുണ്ട്. 26 വയസ്സൊന്നും ആകുമ്പോത്തില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട്. ഞാൻ ഇതിനും 2 വർഷം മുമ്പ് ഞാൻ പി ജി പഠിക്കാന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ലായിരുന്നു. +2 ഒക്കെ കഴിഞ്ഞ അങ്ങനെയായിരുന്നു ഇരുന്നത്. അതും ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലേ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ഒരു പ്രായത്തിന്റെ ഒരു ഗൗരവമൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്കിപ്പോ അങ്ങ് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞങ്ങൾക്ക് ഇപ്പം പ്രായം മറച്ചു വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനും അതെ. എനിക്ക് 26 എന്ന് പറയാൻ വലിയ താല്പര്യമില്ല. ഇപ്പോഴേ തുടങ്ങി അല്ല എന്ന് വെച്ചാൽ കൂടെ ഇപ്പൊ നമ്മുടെ കൂടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള പിള്ളേർ തന്നെ അതിനകത്ത് തന്നെ 19, 20, ഇപ്പം 21 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് 26 വയസ്സെന്ന് പറയുമ്പോഴേക്ക് അവര് ഇനി 4 വർഷം കഴിഞ്ഞ് 30 വയസ്സായില്ലേ എന്നുള്ളൊരു. അങ്ങനെയാണ്. അപ്പം കുഴപ്പമില്ല, ഞങ്ങളെക്കാളും ഭേദമാണ് നീ. നമ്മളൊക്കെ ഇപ്പം 35 കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ആവാൻ സമ്മതിച്ചിട്ടില്ല. ഞാനൊക്കെ ഇനി ഒട്ടും സമ്മതിക്കുകയില്ല. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ, തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നിലവിലിറങ്ങുന്ന സിനിമകളിലൊക്കെ വരുന്ന ഫോറൻസിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ തെറ്റ് കാണുന്ന സമയത്ത് എന്താ മനസ്സിൽ തോന്നുക? ഇതൊന്നും അല്ലല്ലോ, ഇതൊന്നും യഥാർത്ഥത്തിൽ നടക്കൂലല്ലോ, അല്ലെങ്കിൽ ഇത് സിനിമാറ്റിക് ആണെന്ന് തോന്നില്ല. അപ്പൊ എന്താ തോന്നുക മനസ്സിൽ? ചിരിക്കുവോ? അങ്ങനെ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഫിക്ഷനായിട്ട് റിയാലിറ്റി വേറെയാണ് എന്നുള്ള നമുക്ക് ബോധ്യം ഉണ്ടായിട്ട് അതങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷെ ചില സമയം തോന്നുമോ ഇതുവരെ നമ്മുടെ ചിലതൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊക്കെ കുറെ കാണിക്കുമ്പോഴേക്കൊക്കെ ഇത് ഇത്രയും സംഭവം ഒന്നും ഇല്ലാന്നൊക്കെ ചില തോന്നാറുണ്ട്. പിന്നെ
അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയിൽ ഇപ്പം അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് മാറുകയും ഇതിനെ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെ അങ്ങനെ ഉണ്ട്. ചില മലയാളത്തിൽ തന്നെ ചില സിനിമകളൊക്കെ അത്രയും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു ക്രൈം സീനിൽ പോയിട്ട് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന സിനിമകളുണ്ട്. പിന്നെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് ക്രൈം സീനിൽ പോയിട്ട് ഇങ്ങനെ നടക്കുന്ന സീന് അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ സംവിധായകരുടെ പോലെ. പക്ഷെ ഉള്ളിൽ തോന്നൂലേ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം തോന്നാ? അതുണ്ട്. നമ്മളൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും കുറച്ചുകൂടെ കുറച്ചിരുന്നെങ്കിൽ, അതെ കുറച്ചിരുന്നെങ്കിൽ ഇത് യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും വരുമായിരുന്നു. പക്ഷെ ചില സമയം തിരിച്ചു ചിന്തിക്കും ഞാൻ, ഇത്രയൊക്കെ സയൻസ് വളർന്നിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ എന്ന് വിചാരിക്കില്ലേ? അതൊരു ഫിക്ഷന്റെ ഒരു സാധ്യതയാണല്ലേ അങ്ങനെ കാണിക്കുന്നത്. ഈ ഫോറൻസിക് സയൻസ് അല്ലാതെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് മനസ്സിലുള്ളത്? എന്തൊക്കെയാ? ഫോറൻസിക്കിൽ തന്നെ അല്ലല്ല, വർത്താനം പറയുന്നതൊക്കെ എന്തൊക്കെ ടോപ്പിക്സിലാ? ഞാൻ ഒരുപാട് സിനിമ കാണാറുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് സിനിമ കാണാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ജോണേഴ്സ് ഒന്നുമില്ല, നല്ല സിനിമകളെല്ലാം കാണാറുണ്ട്. പിന്നെ പാട്ട് കേൾക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ. പാട്ട് ലൂപ്പ് അടിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കോ? അതെ. ഇല്ല, ഞാൻ പൊതുവേ അങ്ങനെ ഹെഡ്സെറ്റും അങ്ങനെ ഹെഡ്ഫോണൊന്നും ഉപയോഗിച്ചല്ല സാറിന് പാട്ട് കേൾക്കുന്നത്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പാട്ട് പ്ലേ ചെയ്തിട്ട് ഉറങ്ങുമ്പോഴേക്കും എന്നെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് അങ്ങനെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുക എവിടെയെങ്കിലും. എനിക്ക് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ സ്പീക്കറിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പാട്ട് കേൾക്കൽ എന്ന് പറയുന്നത്. മറ്റു ജോലി ചെയ്യുമ്പോഴും ഇതിങ്ങനെ തുടരുന്നവർ? ഞാൻ പഞ്ചാബിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പം അവിടെ തന്നെ ഇങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ടൈം ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പൊളി പെർഫോമൻസുമായിട്ട് ഈ പാട്ടിൽ തന്നെ നിൽക്കാനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഇതിൽ ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.